അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സൂറത്തു അംബിയായിലെ 2 മുതലുള്ള ആയത്തുകൾ നമുക്കൊന്ന് കേൾക്കാം. സൂറത്തു അംബിയായിലെ 2ാമത്തെ ആയത്ത് നമുക്ക് അതെങ്ങനെയാണ് ഓതുന്നത് എന്ന് ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം. അവിടെ നന്നായി മണിച്ചോതേണ്ട സ്ഥലമാണ്. മാ യഅതീഹിം മിൻ ദിക്രിൻ. അവിടെ നോക്കൂ നിങ്ങൾ. മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ. അവിടെ മുഹ്ദസിൻ എന്ന് വ്യക്തമായിട്ട് ഓതാം. ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ. അപ്പോൾ എവിടേക്കാണ് നമ്മൾ മണിച്ചോതേണ്ടത്? മാ യഅതീഹിം മിൻ ദിക്രിൻ. നോക്കൂ, മാ യഅതീഹിം മിൻ. അവിടെ നമ്മൾ മണിച്ചോദണം. മിൻ ദിക്രി റബ്ബിഹിം. മ്യോ അവിടെയും നമ്മൾ നൂന് വ്യക്തമായിട്ട് ഉച്ചരിക്കുന്നില്ല. മിൻ ദിക്രി മിർ റബ്ബിഹിം. അവിടെയും ദിക്രിൻ എന്ന് മുഴുവനായിട്ട് പറയുന്നില്ല. മിൻ ദിക്രി മിർ റബ്ബിഹിം. അവിടെയും നൂന് നമ്മൾ ഉച്ചരിക്കുന്നില്ല. മിർ റബ്ബിഹിം മുഹ്ദസിൻ. അവിടെയും 2 മീം അടുപ്പിച്ചു വന്നു. ആ മീമ് മറ്റൊരു മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുച്ചരിക്കണം. മിർ റബ്ബിഹിം മുഹ്ദസിൻ. മുഹ്ദസിൻ എന്ന് തന്നെ ഓതണം. ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ. എത്ര സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്? മാ യഅതീഹിം മിൻ. അവിടെയും 1. മിൻ ദിക്രിൻ. നോക്കൂ, 2ാമത്തേത് മിൻ എന്നുള്ള ഭാഗം. മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ. അവിടെയും ദിക്രിൻ അവിടെയും ശ്രദ്ധിക്കണം. മിർ റബ്ബി മിർ. അവിടെയും നോക്കൂ, മിൻ റ എന്ന് പറയുന്നില്ല. മിർ റബ്ബിഹിം. അവിടെയും ശ്രദ്ധിക്കണം. റബ്ബിഹിം മുഹ്ദസിൻ. റബ്ബിഹിം മുഹ്ദസിൻ. ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ. അപ്പോൾ നമ്മൾ 1 2 3 4 5 5 സ്ഥലങ്ങളിലാണ് നമ്മൾ നന്നായി ശ്രദ്ധിച്ചോതേണ്ടത്. ആദ്യത്തേത് യഅതീഹിം മിൻ എന്നുള്ളിടത്ത്. പിന്നെ അടുത്തത് മിൻ ദിക്രിൻ. 2ാമത്തേത് ദിക്രിൻ മിൻ. അവിടെ 3. മിർ റബ്ബി. അവിടെയും 4. റബ്ബിഹിം മുഹ്ദസിൻ. 5. 5ാമത്തേത്
ഇങ്ങനെ ഈ 5 സ്ഥലങ്ങളിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാണ് ഓതേണ്ടത്. ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ. ഇനി ശ്രദ്ധയോടെ ആയത്ത് നമുക്ക് മുഴുവനായിട്ടൊന്ന് ഓതി നോക്കാം. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. ശ്രദ്ധയോടെ ഓതി ശീലിക്കുക ഇൻഷാ അല്ലാഹ്. ഇനി നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക്, ആശയത്തിലേക്കൊന്ന് പോകാം. മാ യഅ്തീഹിം, മാ എന്നുള്ളത് നഫിയുടെ മാ ആണ്. യഅ്തീഹിം അവർക്ക് വരുന്നില്ല. 2 രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ട് എന്നുള്ള അർത്ഥത്തിലും ഇല്ല എന്ന അർത്ഥത്തിലും ഈ മാ എന്നുള്ള അക്ഷരം ഉപയോഗിക്കാറുണ്ട്. അതായത് മദ്ദുള്ള മായാണ് ഉദ്ദേശിച്ചത്. മ്യോദിക്കിരിം, അതായത് ഒരു ഉത്ബോധനവും ഒരു ഓർമ്മപ്പെടുത്തലും, ഓർമ്മപ്പെടുത്തുക, ഉത്ബോധനം എന്നൊക്കെയാണ് ദിക്ർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മ്യോദിക്കിരിൻ ഒരു ഉത്ബോധനവും, മിർ റബ്ബിഹിം അവരുടെ രക്ഷിതാവിൽ നിന്ന്, അതായത് അവരുടെ രക്ഷിതാവിൽ നിന്ന് ഒരു ഉത്ബോധനവും അവർക്ക് വന്നില്ല. മുഹ്ദസിൻ പുതുതായി നൽകപ്പെടുന്ന, ഇല്ലസ്തമഊഹു അവർ അതിനെ കേൾക്കുകയില്ല, അതായത് അവർ കേൾക്കാതെ എന്നൊക്കെ അർത്ഥം. ഇല്ലസ്തമഊഹു അവരതിനെ കേട്ടിട്ടല്ലാതെ. വഹും യൽഅബൂൻ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന നിലയിൽ, അതായത് അവരതിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന നിലയിൽ, കളിച്ചുകൊണ്ടിരിക്കുന്ന നിലയിൽ, ഒരു ഗൗരവമില്ലാത്ത നിലയിൽ ഇതിനെ സമീപിച്ചിട്ടല്ലാതെ ഒരു ഉത്ബോധനവും അവർക്ക് വരുന്നില്ല എന്നാണ്. അവരുടെ രക്ഷിതാവിങ്കിൽ നിന്ന് പുതുതായി യാതൊരു ഉത്ബോധനവും അവർക്ക് വന്നെത്തിയാലും കളിയാക്കുന്നവരായിക്കൊണ്ട് മാത്രമേ അവരത് കേൾക്കുകയുള്ളൂ. അതായത് അള്ളാഹു ഓരോ തവണ മനുഷ്യന്മാർക്കുള്ള താക്കീതും ഉത്ബോധനവുമൊക്കെയായി അവതരിപ്പിക്കുന്ന ഖുർആൻ, ആ ഖുർആനിൻ്റെ വാക്യങ്ങൾ ആ ആളുകൾ, സത്യനിഷേധികളായ ആളുകൾ കേട്ടിരുന്നത് എങ്ങനെയാണ്? വളരെ ഗൗരവമില്ലാത്ത നിസ്സാരമായ രൂപത്തിൽ കളിച്ചുകൊണ്ടിരുന്ന നിലയിലായിരുന്നു അവർ കേട്ടിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നുള്ള വഹയ്യ് മുഖേന അവർക്ക് ആയത്തോതി കൊടുക്കുകയും പ്രവാചകൻ അള്ളാഹു നൽകുന്ന ഉത്ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു വിശദീകരണവും ഉത്ബോധനവും അതുപോലെ തന്നെ അവർക്കുള്ള ഗുണകാംക്ഷയോടെയുള്ള വഅളുകളും ഉപദേശങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് നൽകിയിരുന്നത് ഖുർആനിലേക്ക് ചേർത്തുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ സുന്നത്ത് എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുക്കുന്ന ഖുർആൻ, ആ ഖുർആനിൻ്റെ വിശദീകരണമായി പ്രവാചകൻ്റെ വാക്യങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. എന്നാൽ ഈ കൽപ്പനകളെ അവിടെയുള്ള സത്യനിഷേധികളായ ആളുകൾ എങ്ങനെയാണ് കേട്ടിരുന്നത്? ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന നിലയിലല്ലാതെ അവരതിനെ കേൾക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർ കേട്ടുകൊണ്ടിരുന്നത് വളരെ നിസ്സാരമായ രൂപത്തിലായിരുന്നു. യാതൊരു ഗൗരവവുമില്ലാതെ, യാതൊന്നിനെയും ഗൗനിക്കാതെ, ഒരു പ്രാധാന്യം നൽകാതെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ, കളിയാക്കുന്ന രൂപത്തിലൊക്കെയാണ് അള്ളാഹു ഓരോ സമയങ്ങളിലും പുതുതായി ഇറക്കുന്ന ആയത്തുകളെ അവർ കേട്ടിരുന്നത്, ഉത്ബോധനത്തെ അവർ ശ്രദ്ധിച്ചിരുന്നത് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഒന്നുകൂടെ ഈ ആയത്തിൻ്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കാം. മാ യഅ്തീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന് പുതുതായി ഏതൊരു ഉത്ബോധനം അവർക്ക് വന്നെത്തിയാലും, മിർ റബ്ബിഹിം മുഹ്ദസിൻ അതാണ്
പുതുതായി എന്നുള്ളതിൻ്റെ ഇത് മുഹദസ് എന്ന് പറഞ്ഞാൽ പുതുതായി നൽകപ്പെടുന്ന, ചില കാരണങ്ങൾ കൊണ്ടാകാം, ചില സന്ദർഭങ്ങളിലായിരിക്കാം, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഈ ഖുർആനിൻ്റെ ആയത്തുകൾ ഇറങ്ങാറുള്ളത്. അങ്ങനെ പുതുതായി ഇറങ്ങുന്ന നൽകപ്പെടുന്ന ഈ ആയത്തുകളെ അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന് അവർക്ക് വന്നെത്തിയ ആയത്തുകളെ അവർ എങ്ങനെയായിരുന്നു സ്വീകരിച്ചിരുന്നത്? ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ, കളിയാക്കുന്നവരായിക്കൊണ്ട് മാത്രമേ അവരത് കേൾക്കുകയുള്ളൂ. ഇല്ലസ്തമഊഹു എന്ന് പറഞ്ഞാൽ അവർ ആയിട്ടല്ലാതെ അവർ കേൾക്കുന്നത് എങ്ങനെയായിരുന്നു? വഹും യൽഅബൂൻ, അവരത് കളിയാക്കുന്നവരായിക്കൊണ്ട്, അതായത് കളിയോടുള്ള സമീപനം എങ്ങനെയാണോ അതുപോലെയായിരുന്നു അവരതിനെ കേട്ടിരുന്നത്. അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന് പുതുതായി ഏതൊരു ഉത്ബോധനം അവർക്ക് വന്നെത്തിയാലും കളിക്കുന്നവരായിക്കൊണ്ട് മാത്രമേ അവരത് കേൾക്കുകയുള്ളൂ. അവിശ്വാസികളുടെ ചില ദുസ്സമ്പ്രദായങ്ങളാണ്, അവരുടെ ദുശീലങ്ങളാണ് ഇവിടെ അള്ളാഹു നമ്മളോട് പറഞ്ഞു തരുന്നത്. അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളിലേക്ക് അവർ ചെവി കൊടുക്കുന്നില്ല. മാത്രമല്ല അവർ തനി പരിഹാസത്തിലും വിളയാട്ടത്തിലും മുഴുകിയിരിക്കുകയുമായിരുന്നു എന്നൊക്കെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എന്തെല്ലാം കള്ളപ്രചാരങ്ങളാണ് അവർ നടത്തിയിരുന്നത് എന്നും അവർ നടത്തിയിരുന്ന ഗൂഢാലോചനകളുമൊക്കെ ഈ സൂറത്തിലൂടെ നമുക്ക് അള്ളാഹു മനസ്സിലാക്കി തരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ആയത്ത് ഒരിക്കൽ കൂടി നമുക്ക് പാരായണം ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. അള്ളാഹു ഇറക്കിയ അവൻ്റെ ഖുർആനിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്നവരിൽ റബ്ബ് നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.